ആ കുട്ടികളെ എവിടെ പൂന്തോട്ടമുണ്ടോ അവിടെയെല്ലാം കുട്ടികളെ കാണുന്നു എന്ന് ആര് പറയുന്നു? സ്വാമി പറയുന്നു. അപ്പൊ ആരാധ്യ ക്യാ ലോക് മനാ നഹീ കർത്തേ, എന്താ ആളുകൾ അവരെ വഴക്ക് പറയില്ലേ, അവരെ തടയില്ലേ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചാല്? ആ സ്വാമി അരെ നെഹി സബ് കുച്ച് ഹോത്തെ ഹേ, ഇല്ലെന്നേ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് സന്തോഷമാണ്. യഹാ കെ ലോഗ് കൃപ്പൺ നെഹി ഹേ, ഇപ്പോഴത്തെ ആളുകൾ എന്താ മൈസർ അല്ല. മൈസർ മീൻസ് എന്താ പറയുക, ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരൊന്നല്ല അല്ലേ നമ്മൾ കേരളീയർ. സോ ഗുലി ദിൽ കെ ഹെ, തുറന്ന ഹൃദയമുള്ളവരാണ്. അതായത് എന്തും കൊടുക്കാൻ, നമ്മളെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ താല്പര്യരാണ് അല്ലേ നമ്മൾ കേരളീയർ. സോ ഏക് ദൂസരയ്ക്ക് മദത് കർത്തേ ഹെ, നമ്മൾ പരസ്പരം സഹായിക്കുന്നു. സ്ത്രീയാം ആംഗൻ കോ ലീപ് കർ ഫൂൽ ചക്ര ബനാത്തി ഹെ, സ്ത്രീകൾ മുറ്റമെല്ലാം മെഴുകി, ചാണകം മെഴുകി എന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ഫൂൽ ചക്ര ബനാത്തി ഹെ, അതായത് പൂക്കളം ഒരുക്കുന്നു. യാനി രംഗ് ബിരംഗി ഫൂലോൻ കി ഗോലാക്കാർ ആകൃതിയ, അതായത് പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് വട്ടത്തിലിടുന്ന പൂക്കളം. ഓക്കെ, ഇനെ പൂക്കളം കേത്തെ ഹെ, ഇതിനെ എന്ത് പറയുന്നു? ഇങ്ങനെ വട്ടത്തിലിടുന്ന ആകൃതികളെ എന്ത് പറയുന്നു? പൂക്കൾ ഉപയോഗിച്ച് വട്ടത്തിലിടുന്ന രൂപങ്ങളെ എന്ത് പറയുന്നു? പൂക്കളം എന്നാണ് പറയുന്നത്. ഓക്കെ, ഗർക്ക മുഖിയ സബ്കോ നൈ കപ്പടെ ദേത്താ ഹെ, അങ്ങനെ വീട്ടിലെ മുതിർന്ന ആള്, ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും ഉള്ള ഫാമിലി ആണെങ്കിൽ അവിടെ അച്ഛൻ, അതുപോലെ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ അവിടെ ഏറ്റവും മുതിർന്ന മുത്തച്ഛനോ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ കുട്ടികൾക്കൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു. ദൂസരെ ദിൻ തിരുവോണം സർവാധിക മഹത്വപൂർണ്ണ ഹോത്താ ഹെ, അടുത്ത ദിവസം തിരുവോണം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വപൂർണ്ണമായ ഒരു ദിവസമാണ്. ഈ പാരിവാരിക മിലൻ പ്രേം ഔർ സഹയോഗ കാ പർവ് ഹെ, ഇത് കുടുംബ സംഗമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും, അതായത് കോപ്പറേഷൻ്റെയും എല്ലാം ഒരു ആഘോഷമാണ്. എല്ലാവരും ഒത്തുചേരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിരുന്ന് പോകും അല്ലേ, ഇപ്പം നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വിരുന്ന് പോകും അല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ചേരുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, സബ് നൃപ് മഹാബലിക്ക് കൃപാഹെ, അങ്ങനെ എല്ലാവർക്കും രാജാവായ മഹാബലിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. മഹാബലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അല്ലേ. സോ ഓണം നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണോ? അല്ല, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് എന്ത്? ഓണം എന്ന് പറയുന്നത് അല്ലേ. സോ നെക്സ്റ്റ് ആരാധ്യ, അരെ വാ ലോക് മിൽക്കർ പ്രീതി ഭോജ് ആയോജിത് കർത്തേ ഹോങ്കെ, ആളുകളൊക്കെ ഒരുമിച്ച് ചെന്ന് സദ്യ ഉണ്ടാക്കുമത്രേ. നമ്മുടെ പറയണം കേട്ടോ സ്വാമിയോട്. സ്വാമി രാജ മഹാബലി ബഡേ ഹി കൃപാലു ഹേ, നമ്മുടെ രാജാവായിട്ടുള്ള മഹാബലി, രാജാവായിരുന്ന മഹാബലി വളരെ ദാനധർമ്മിഷ്ഠനായിരുന്നു, എല്ലാവർക്കും ദാനങ്ങളൊക്കെ നൽകുന്ന ആളായിരുന്നു. ആരാധ്യ അച്ഛാ ബട മസ ആത്താ ഹോഗന, നല്ല തമാശയായിരിക്കും അല്ലേ. അപ്പോൾ സ്വാമി ബഹുത്, വളരെയധികം. ഉൻ ദിൻ കേരൾ മേ ആർ ബി ബഹുത് കുച്ച് ഹോത്താ ഹേ, ആ നാളുകളിലൊക്കെ കേരളത്തിൽ ഇതൊന്നുമല്ല, ഇതിലധികമുണ്ട്. എന്തൊക്കെയാ? തിരുവാതിരക്കളി, നൃത്തിക ആയോജൻ ബി വിശേഷ രൂപ സേ ഹോത്താ ഹേ, അതായത് ഇതിലും കൂടാതെ കേരളത്തിലുണ്ടാകുന്ന ഒരു സംഭവമാണ് എന്ത്? തിരുവാതിരക്കളി എന്ന് പറയുന്നത്. നൃത്തിക ആയോജൻ, ഈ ഒരു ഡാൻസിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കോർഡിനേഷൻ വിശേഷ രൂപ സേ ഹോത്തേ ഹേ, അതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. പറയുന്നത് ഓണം പർ നൗക വിഹാർ ദേഖ്നേക ആനന്ദ് ബി അത്ഭുത ഹോത്താ ഹേ, ഈ തിരുവാതിരക്കളി കാണുന്നതും അതുപോലെ തന്നെ വള്ളംകളി, ഓണത്തിന് വള്ളംകളി കാണുന്നതും വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആരാധ്യ मैंने टेलीविज़न पर ആറന്മുള में होने वाली നൗക ദൗഡ് ദേഖി ഹേ, ആറന്മുളയിൽ നടക്കുന്ന വള്ളംകളി ഞാൻ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. और तीसरे दिन क्या होता है, മൂന്നാമത്തെ ദിവസം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പോൾ കേരളത്തിൽ മൂന്നാമത്തെ ദിവസം, ഓണത്തിൻ്റെ സമയത്ത് മൂന്നാമത്തെ ദിവസം എന്താണ്? സ്വാമി തീസരെ ദിൻ മഹാബലിക്ക് ജാനേക്ക് ബാദ്, മൂന്നാമത്തെ ദിവസം മഹാബലി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആംഗൻ മേ ബനി സബി കലാകൃതിയാം ഹട്ടാലി ജാതി, നമ്മൾ മുറ്റത്തൊരുക്കി വെച്ചിരിക്കുന്ന എല്ലാ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. ഓക്കെ, മണ്ണുകൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, അതെല്ലാം നമ്മൾ മാറ്റും, നമ്മൾ പൂക്കളവും ഒഴിവാക്കും. ആർ ഫിർ സെ സബ് അകലെ വർഷ ഓണം കെ ആനയ്ക്ക് പ്രതീക്ഷ കർത്തേ ഹെ, എന്നിട്ട് ആളുകൾ അടുത്ത വർഷം വരുന്ന ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ് അന്ന് മുതൽ. ഓക്കെ, ആരാധ്യ
ചലോ അബ് ബഹുത് ബാത്തേ ഹോഗി. ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നീ എനിക്ക് പറഞ്ഞു തന്നു. മാം സോച്ച് രഹി ഹോഗി കിമ്മേ കഹാം ചലേ ഗയി ഹും. അമ്മ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എവിടെ പോയി കിടക്കുക എൻ്റെ അമ്മ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ആരാധ്യ ചലേ ജാതി ഹേ. അതും പറഞ്ഞ് നമ്മുടെ ആരാധ്യ പോവുകയാണ്. ഓക്കെ, സോ മൈ ഡിയേഴ്സ്, ചാപ്റ്റർ ഈസ് ഓവർ. കേരൾ കി ബഹാർ. ഓക്കെ.